ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ബിടെക്കുകാർക്ക് മികച്ച അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് എയർ ട്രാഫിക് കൺട്രോളർ എന്ന പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽഡ് സിലബസും അതേപോലെ എക്സാം പാറ്റേണും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ടോട്ടൽ 309 പോസ്റ്റിലേക്കാണ്. അത് UR കാറ്റഗറിക്ക് 125, EWSന് 30, OBCക്ക് 72, SCക്ക് 55, STക്ക് 27 അങ്ങനെയാണ് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം റെഗുലർ ബാച്ചിലർ ഡിഗ്രി ഓഫ് 3 years ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അതേപോലെ ഫുൾ ടൈം റെഗുലർ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ. അതായത് എഞ്ചിനീയറിംഗ് ഏത് സ്ട്രീമിൽ പാസ് ഔട്ട് ആയവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഫിസിക്സോ മാത്സോ പഠിച്ചിരിക്കണം. അതേപോലെ BSc സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ബിടെക്കുകാർക്കും അതേപോലെ BSc കഴിഞ്ഞവർക്കും ഒരു സുവർണ അവസരമാണിത്. അതേപോലെ ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു എക്സാം എടുത്താലും നമുക്ക് ചില ആൻസേഴ്സിൽ ചില കൺഫ്യൂഷൻസ് വരും. നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അതിന്റെ പ്രധാന റീസൺ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഈ എക്സാമിന്റെ കേസിൽ അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്കൊരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് വളരെ മികച്ചൊരു അവസരമാണിത്. അതുകൊണ്ട് ബിടെക്കുകാരും അതേപോലെ BE എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും അതേപോലെ BSc കഴിഞ്ഞവരും ഒക്കെ ഇതിനായിട്ട് നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 27 ഇയേഴ്സ് ആണ്. അതായത് ജനറൽ കാറ്റഗറിക്കാണ് 27 ഇയേഴ്സ് വരുന്നത്. OBCക്കും SC STക്കും ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ട്. അതായത് SC ST ആണെങ്കിൽ 5 ഇയേഴ്സും OBC ആണെങ്കിൽ 3 ഇയേഴ്സും ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് B E1 ലെവലാണ് വരുന്നത്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT ആണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ ക്വാളിഫൈ ആവുന്നവർക്കാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള എൻട്രി. അത് അവിടെ നെക്സ്റ്റ് സ്റ്റേജിൽ ബാക്കി പ്രോസസ്സുകളൊക്കെ നടക്കും. നമ്മൾക്ക് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് CBT ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ ഇതിനെ പഠിച്ചു തുടങ്ങുക. ഇതിന്റെ എക്സാം ഫീസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. PWD SC ST അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് ഇല്ല. ഇതിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 25/4/2025 ആണ്. അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 24/5/2025. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. 25/4/2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ എൻഡ് ചെയ്യുന്ന ഡേറ്റ് 24/5/2025 ആണ്. ഇതിന്റെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇതൊരു ബിടെക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആയതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലൊരു ഇത് കാണും, ടെക്നിക്കൽ കാണുമോ എന്നുള്ളത്. പക്ഷേ ഇതിന് ടെക്നിക്കൽ സിലബസ് അല്ല വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ സിലബസ് ആണ് വന്നിരിക്കുന്നത്. BScക്കാർക്കും ബിടെക്കുകാർക്കും BE-ക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ എക്സാമിൽ സിലബസ് ജനറൽ സിലബസ് ആണ്. അതായത് പാർട്ട് A, പാർട്ട് B എന്നിങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടാണ് സിലബസിൽ വന്നിട്ടുള്ളത്. പാർട്ട് Aയിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്. പാർട്ട് Bയിൽ വരുന്നത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ. അത് +2 ലെവലാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ്. അതായത് പാർട്ട് Aയിൽ 60 മാർക്കും പാർട്ട് Bയിലും 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 120 മാർക്കിനാണ് എക്സാം വരുന്നത്. പാർട്ട് Aയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 മാർക്കുണ്ട്, ജനറൽ ഇന്റലിജൻസിന് 15 മാർക്ക്, ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് 15 മാർക്ക്, അതേപോലെ ജനറൽ നോളജിന് 10 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഇവിടെ 120 ക്വസ്റ്റ്യൻസ്, 120 മാർക്ക്, 2 hours ആണ് എക്സാം ടൈം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ടെക്നിക്കൽ സിലബസ് ഒന്നും വരുന്നില്ല, ജനറൽ സിലബസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ SSC, RRB പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് പഠിക്കുന്നവർക്കും ഇത് വളരെ മികച്ചൊരു അവസരമാണ്. നമുക്കറിയാം, ബിടെക് കഴിഞ്ഞവരും BE കഴിഞ്ഞവരും BSc കഴിഞ്ഞവരും ഒക്കെ SSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അവർക്കും ഇത് വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട്സ് കാണും, ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം, എങ്ങനെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം, അതേപോലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയൊക്കെ ആയിരുന്നു, എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് കാണും. ഇതിനൊക്കെ ആയിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ആവുന്നതായിരിക്കും. ഇതിന്റെ സിലബസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതേപോലെ അതിന്റെ എക്സാം പാറ്റേണും അതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫും ഒക്കെ ആ വെബിനാറിൽ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ആ വെബിനാറിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക.
അതേപോലെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനും അതേപോലെ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ വർക്കൗട്ട് സെക്ഷൻസും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഉണ്ട്. നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.